നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ വടക്കന്തറ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. നമ്മൾക്കിടെ ഈ സ്ഥലം വടക്കന്തറ എന്നും പറയാം, ചുണ്ണാമ്പുതറ എന്നും പറയാം. രണ്ടിൻ്റെ ഇടയിൽ പെട്ട സ്ഥലമാണ് ഈ സ്ഥലം. ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോണ വീട്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടിയിൽ മൊത്തം വന്നിട്ട് 12 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 2 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വീട്. ഈ ഉമ്മാർത്തുള്ള ഗേറ്റ് ഇവിടെയാണുള്ളത്. ഇത് വന്നിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ കോളനിയാണ്. നോർമലി ഈ ഭാഗത്ത് വന്നിട്ട് സ്ഥലം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കാരണം എല്ലാ ഭാഗത്തും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന റെസിഡൻഷ്യൽ കോളനിയാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങോട്ട് കയറി വന്ന വഴിക്ക് അത്യാവശ്യം ഒരു 3 വണ്ടികൾ ധാരാളം നിർത്തുന്നത്ര സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. നല്ല രീതിക്കുള്ള ഒരു ഓപ്പൺ വെൽ ഇവിടെയുണ്ട്. അതുകൂടാതെ മലമ്പുഴ കണക്ഷനും ധാരാളം നമുക്ക് ഉണ്ട്. വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നവുമില്ലാതെ ടൗണിൻ്റെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു വീടിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് വന്നിട്ട് നോർത്ത് ഫേസാണ്. അതേപോലെ നമ്മുടെ ഡോർ ഫേസ് ചെയ്യുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസാണ്. വീട് മൊത്തം ഒരു 7 മുതൽ 8 വർഷം പഴക്കമുള്ള വീടാണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടുന്ന വീട്. നമ്മളുടെ ഈ വീടിൻ്റെ മെയിൻ തിങ് ഈ ലാൻഡാണ് വളരെ അട്രാക്ഷൻ ആയിട്ടുള്ളത്. കാരണം ഇവിടുന്ന് വടക്കന്തറ അമ്പലം പറയണത് അത് അപ്പുറത്താണ് വടക്കന്തറ അമ്പലം. അവിടെ കാണുന്ന സമയത്ത് ഒരു ബിൽടെക്കിൻ്റെ ഫ്ലാറ്റ് കാണാൻ സാധിക്കും. അവിടെ തൊട്ടടുത്താണ് നമ്മുടെ വടക്കന്തറ അമ്പലം ഉള്ളത്. ഈ പരിസരത്തുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ കുറച്ച് അപ്പുറത്താണ് BOC റോഡുള്ളത്. വിക്ടോറിയ കോളേജ് ഇവിടെ നിന്ന് ആകെപ്പാട് ഒരു 750 മീറ്ററേ ഉണ്ടാവുള്ളൂ. എല്ലാ ഭാഗവും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോളനിയാണത്. ഈവൻ ഇവിടെ നിന്ന് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ആകെപ്പാട് ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് തന്നെ ടൗൺ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ എല്ലാതും ഉള്ള നല്ല ഒരു റെസിഡൻഷ്യൽ കോളനിയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ്. വീട്ടിൽ ചെയ്തിരിക്കുന്ന മരപ്പണികളൊക്കെ ഫുൾ ആൻഡ് ഫുൾ തേക്കുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാള്. ഏകദേശം 2 വർഷമായിട്ട് വീട്ടിൽ ആളില്ല, പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ഡസ്റ്റൊക്കെ പടിഞ്ഞ് ആണിരിക്കുകയാണ് വീട്. മൊത്തം വന്നിട്ട് 1700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2 ബെഡ്റൂം ഹാള് കിച്ചനാണ്. ഈ 2 ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറാണ്. പിന്നെ നമ്മുടെ ഹാള് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ പൂജാമുറി ഉള്ളത്. ഈ പൂജാമുറി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് വന്നിട്ട് ഒരു ഡൈനിങ് ഏരിയയാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട്. ഇത് ഫുള്ളി വാസ്തുപ്രകാരം നോക്കി ചെയ്ത വീടാണ്. വീട്ടിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്തും ഇനി ഒരു ബെഡ്റൂം ഈ ഭാഗത്തും. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ബെഡ്റൂം കാണാം. നല്ല വീതി കൂടിയ നല്ല ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. അളമുറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് സ്ഥലം ഇവിടെയുണ്ട്. മേലെ വന്നിട്ട് ലാഫ്റ്റിംഗ് സ്പേസൊക്കെ ധാരാളം ഉള്ളതാണ്. അതേപോലെ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത് ഇവിടെയാണ്.
ഇത് അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ചിലുള്ളത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് ഡൈനിങ് ഏരിയ എവിടെയായെങ്കിലും ഇതിൽ കൈയൊക്കെ കഴിയുന്ന രീതിയിലുള്ള വാഷ് ബേഷനും കാര്യങ്ങളൊക്കെ ഇത്രയും ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ വന്നിട്ട് 1-2 റൂം എടുക്കുകയാണെങ്കിൽ ധാരാളം റൂം എടുക്കണത്ര സ്ഥല സൗകര്യമുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. നല്ല വീതി കൂടിയ ഒരു കിച്ചൺ ഏരിയ വേണത്. ഓപ്പൺ വെല്ലും ഉണ്ട്, മുളമ്പുഴ കണക്ഷനുണ്ട്. അത്യാവശ്യം ഈ ഭാഗത്ത് സെൽഫൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ട് ചെറിയൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു സ്റ്റോർ റൂമാണ്. നമ്മുടെ ഈ കിച്ചൺ കഴിഞ്ഞിട്ട് ഈ ഭാഗം വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് വർക്ക് ഏരിയ ഉണ്ട്. നല്ല രീതിക്ക് വീതി കൂടിയ ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ ഉള്ളത്. എല്ലാ ഭാഗത്തും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഏരിയയാണ്. ഈ പറഞ്ഞൊക്കെ വീടുകൾ ധാരാളമുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഫുള്ളും ചുറ്റുമതിൽ ഉള്ളതാണ്. ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് തുറന്ന് നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് വന്നിട്ട് വീടിൻ്റെ ബാക്ക് സൈഡുള്ള ഒരു ബാത്റൂമാണ്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഹാള് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനൊരു ഭാഗത്തുണ്ടെങ്കിലും ഡൈനിങ് റൂം, ബെഡ്റൂം എല്ലാം വന്നിട്ട് വേറെ വേറെ ഭാഗത്ത് നല്ല രീതിക്കുള്ള ഒരു പ്രൈവസി ഇതിലുണ്ട്. ഇതാണ് നമ്മളുടെ സ്റ്റെയർ കേസ്. മേലെ വന്നിട്ട് ഫുള്ളും എം ടി ആണ്. മേലെ സ്റ്റെയർ കേസ് റൂം മാത്രമേ ഉള്ളൂ. മേലെ വന്നിട്ട് 1-2 റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഈ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ കൂടെ ഇട്ടിരിക്കുന്ന എല്ലാം വന്നിട്ട് ഗ്രാനൈറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ നല്ല രീതിക്കുള്ള ഒരു ഇരുമ്പുണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നല്ല മഴയുണ്ട്. ഇവിടെ ഇത്രയ്ക്ക് നമുക്ക് ഉമ്മാർത്ത് സ്ഥല സൗകര്യം ധാരാളമുണ്ട്. അതേപോലെ വീടിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിക്കുള്ള സ്പേസ് ഉണ്ട്. ഈ റൈറ്റ് സൈഡും ധാരാളം സ്പേസ് ഉള്ളതാണ്. അപ്പോൾ ഞമ്മ പരിചയപ്പെട്ട ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ വടക്കന്തറ എന്നും പറയാം, അത് ചുണ്ണാമ്പുതറ എന്നും പറയാം. വിക്ടോറിയ കോളേജിന് വളരെ അടുത്താണ്. ഇവിടുന്ന് ബസ് റൂട്ട് ഏകദേശം ഒരു 100 മുതൽ 150 മീറ്ററാണ്. അതേപോലെ വടക്കന്തറ അമ്പലത്തേക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഫുൾ ആൻഡ് ഫുൾ എല്ലാ ഭാഗത്തും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന റെസിഡൻഷ്യൽ കോളനിയിലാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതേസമയത്ത് ഈ വടക്കന്തറ ഭാഗത്ത് ഇത്രയ്ക്കും കാർ പാർക്കിംഗ് സൗകര്യമുള്ള വീട് വളരെ കുറവാണ്. നമ്മളുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 വണ്ടിക്ക് നിർത്തുന്നത്ര സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടാണ് ഉള്ളത്. മൊത്തം വന്നിട്ട് 12 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലുള്ള 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് ഞാൻ വന്ന് കണ്ട വീട്. അപ്പോൾ ഈ
പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 90 lakhs റുപ്പീസാണ്. നോർമലി ഈ ഭാഗത്ത് വന്നിട്ട് സ്ഥലത്തിൻ്റെ റേറ്റൊക്കെ നല്ല രീതിക്കുള്ള റേറ്റ് ഉണ്ട്. മൊത്തം വന്നിട്ട് 90 lakhs റുപ്പീസാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസിൽ നിന്ന് ചെറിയൊരു മാറ്റം കൂടി വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന് താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അഥവാ ബാങ്ക് ലോൺ ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് ബാങ്ക് ലോണും കൂടി ശരിയാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.